ഇന്ന് നമ്മൾ എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായം തുടർന്നും ധ്യാനിക്കുകയാണ്. എബ്രായ ലേഖനത്തിന്റെ ഒടുവിലത്തെ അധ്യായങ്ങളിൽ നമ്മൾ എത്തി നിൽക്കുന്നു. പുതിയ നിയമത്തിലെ ഒരു വിശ്വാസി ചെയ്തിരിക്കേണ്ട അഥവാ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. ഒരു പുതിയ നിയമ വിശ്വാസിക്കുള്ള പ്രബോധനമാണ് 12-ാമത്തെ വാക്യം മുതൽ നാം ചിന്തിക്കുന്നത്. ഇന്ന് നമ്മൾ 12 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് സമയത്തിന്റെ പരിമിതിക്കുള്ളിൽ ചിന്തിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഒരു വിശ്വാസിക്കുള്ള പ്രബോധനം, അതാണ് ആദ്യത്തെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ പുതിയ നിയമത്തിലെ വിശ്വാസി വന്നു നിൽക്കുന്ന പുതിയ നിയമത്തിലെ സഭയെ കുറിച്ചാണ് നമ്മൾ രണ്ടാമത് ചിന്തിക്കുന്നത്. 25, 26 വാക്യങ്ങളിൽ ഒരു മുന്നറിയിപ്പ്, ദൈവശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മുന്നറിയിപ്പ് നമ്മൾ കാണുന്നത്. ഒടുവിലായിട്ട് 27, 28, 29 വാക്യങ്ങളിൽ ഇളകാത്ത രാജ്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇതാണ് ഒരു ഓവറോൾ സമ്മറി. നമുക്ക് ആദ്യത്തെ 12, 13 വാക്യങ്ങൾ വായിച്ചതിന് ശേഷം തുടർന്ന് നമുക്ക് ധ്യാനിക്കാം. എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായം 12, 13 വാക്യങ്ങൾ. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ, മുടങ്ങുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, നൽകിയ തിരുവചനങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളോട് അങ്ങ് സംസാരിക്കണമേ. അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. യേശുസ് നാമത്തിൽ തന്നെ ആമേൻ. ആദ്യമായിട്ട് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന് ഒരു സ്ട്രക്ചർ ഞാൻ തരാൻ ആഗ്രഹിക്കുന്നു. പഠിക്കുവാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു സ്ട്രക്ചർ. നിങ്ങൾ ഈ അധ്യായം ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ ആകയാൽ എന്ന വാക്ക് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്? ആകയാൽ. ഒന്നാമത്തെ വാക്യം ശ്രദ്ധിക്കുക. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് എന്ന് പറഞ്ഞിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് ആകയാൽ പറയുന്നത് 12-ാമത്തെ വാക്യത്തിലാണ് നമ്മുടെ ഇന്നത്തെ കുറുവാക്യം. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവീൻ. മൂന്നാമതായിട്ട് ആകയാൽ എന്ന് നമ്മൾ കാണുന്നത് 28. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട്. ഇപ്പൊ 3 സ്ഥലത്താണ് ആകയാൽ എന്ന വാക്ക് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് എബ്രായ ലേഖനം പഠിക്കുമ്പോൾ ആകയാൽ എന്ന വാക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പഴയ അധ്യായങ്ങളെല്ലാം നിങ്ങൾ നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ സമാഗമന കൂടാരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തെ കുറിച്ച് പറയുന്ന ഭാഗത്ത് 10-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ അതുകൊണ്ട് സഹോദരന്മാരെ. അപ്പോൾ 10-ാം അധ്യായം വരെ നമ്മൾ പഴയ നിയമത്തിലെ പല കാര്യങ്ങളും നമ്മൾ കണ്ടു. മോശയുമായിട്ടുള്ള ബന്ധത്തില്, ദൂതന്മാരുമായിട്ടുള്ള ബന്ധത്തില്, യാഗവുമായിട്ടുള്ള ബന്ധത്തിൽ എല്ലാം പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുന്ന ഭാഗമാണ് 19-ാം വാക്യം. ആകയാൽ, അതുകൊണ്ട്, therefore എന്ന വാക്കിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തൊട്ടു മുമ്പുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട്, അവിടെയും ആകയാൽ പറയുന്നു. 6-ാം അധ്യായത്തിൽ എടുക്കുമ്പോൾ അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മനസ്സാന്തരം, അവിടെയും ആകയാൽ therefore എന്ന വാക്ക് പറയുന്നുണ്ട്. അപ്പോൾ എബ്രായ ലേഖനം പഠിക്കുമ്പോൾ ആകയാൽ എന്ന വാക്ക് വരുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. therefore എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, ആ വാക്യത്തിന് തൊട്ട് മുമ്പ് വരെ എന്തോ ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ആകയാൽ പറയുന്നത്. എത്ര നമുക്ക് മനസ്സിലാവുന്നുണ്ട്? ആകയാൽ എന്ന് പറയുമ്പോൾ പോസ് ചെയ്യണം, നിർത്തണം, എന്നിട്ട് ചോദിക്കണം എന്തുകൊണ്ടാണ് ഇവിടെ ആകയാൽ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം തൊട്ട് മുമ്പ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ എബ്രായ ലേഖനത്തിന് കണ്ടിന്യൂസ് സ്ട്രക്ചർ കിട്ടണമെങ്കിൽ 11-ാം അധ്യായത്തിൽ ഒരു ആകയാൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ആകയാൽ പറയുന്നതിന്റെ കാരണം 11-ാം അധ്യായമാണ്. 12-ാം അധ്യായത്തിൽ ആകയാൽ പറയുന്നുണ്ട്. ഒന്നുകൂടെ പറയാണ്, 12-ാം അധ്യായത്തിൽ ആകയാൽ സാക്ഷികളുടെ സമൂഹം ഇത്ര വലിയൊരു സമൂഹം, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് എന്ന് പറയുമ്പോൾ തൊട്ട് മുമ്പത്തെ അധ്യായമാണ് അതിന്റെ പശ്ചാത്തലം. മനസ്സിലാകുന്നുണ്ടല്ലോ? 10-ന്റെ 39-ാം വാക്യം, 10-ന്റെ 39-ാം വാക്യം, 10-ാം അധ്യായം, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്ര ആകുന്നത്.
ശ്രദ്ധിക്കണമേ. 10-ാം അധ്യായം ഒടുവിൽ എത്തി നിൽക്കുമ്പോൾ നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രയാകുന്നത്. അവിടെ വന്നിട്ട് എബ്രായ ലേഖന കർത്താവ് ഒരു പോസ് ചെയ്തിട്ട് വിശ്വാസത്തെ കുറിച്ച് ഒരു ചെറിയൊരു ബൈബിൾ ക്ലാസ് എടുത്തിട്ട് 12-ാം അധ്യായത്തിൽ പറയാണ്, ആകയാൽ സാക്ഷികളുടെ സമൂഹം ഇത്ര വലിയൊരു സമൂഹം, നാമോ സാക്ഷികൾ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട്. അപ്പോൾ 10-ാം അധ്യായത്തിന്റെ തുടർച്ചയാണ് 12-ാം അധ്യായം. ഞാൻ എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്? 10-ന്റെ തുടർച്ചയാണ് 12. പക്ഷെ ഈ 10-ൽ നിന്നും 12-ലേക്ക് പോകുന്നതിന് മുൻപ് ഒരു വലിയൊരു സബ്ജക്റ്റ് അവിടെ പറയാണ്. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നതിനെ കുറിച്ചൊരു, വിശ്വാസത്തെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് ഒരു ചാപ്റ്റർ കൊടുത്തിട്ട് പറയാണ്, ആകയാൽ നാമും സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് എന്ന് പറഞ്ഞിട്ട് 10-ാം അധ്യായത്തിൽ പറയുന്ന അതേ ടോൺ കണ്ടിന്യൂ ചെയ്യാണ് 12-ാം അധ്യായത്തിൽ. എത്രയൊക്കെ ആശയം മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ 10-ാം അധ്യായത്തിന്റെ തുടർച്ചയായിട്ട് പറയാൻ ഉദ്ദേശിച്ച കാര്യം പറയാൻ 12-ാം അധ്യായത്തിൽ പറയുന്നതിന് മുൻപ് 11-ാമത്തെ അധ്യായത്തിൽ ഒന്ന് പോസ് ചെയ്തിട്ട് പഴയ നിയമത്തിലെ ചരിത്രം മൊത്തം എടുത്തിട്ട് 11-ാം അധ്യായം കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? അവർ നമ്മെ കൂടാതെ രക്ഷപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന്. 40-ാം വാക്യം, അവർ 39-ാം വാക്യം മുതൽ വായിക്കാം. 11-ന്റെ 39-ാം വാക്യം, അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ട് വാഗ്ദത്തം നിവർത്തി പ്രാപിച്ചില്ല. അപ്പൊ അവരെല്ലാവരും വിശ്വാസത്താൽ, അപ്പൊ വിശ്വാസത്തെ കുറിച്ച് ചാപ്റ്റർ ആണ് 11-ാം അധ്യായം. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ആശയം, ആകയാൽ എന്ന വാക്ക് എവിടെ കണ്ടാലും, എസ്പെഷ്യലി എബ്രായ ലേഖനത്തിൽ കണ്ടാൽ ഓർത്തണം, അതിന് തൊട്ട് മുമ്പ് എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. അപ്പൊ ചോദ്യം, 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ആകയാൽ എന്ന വാക്ക് കാണുമ്പോൾ എന്താണ് ഇവിടുത്തെ വിഷയം? വിശ്വസിക്കുന്ന ഒരു സാക്ഷികളുടെ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. ഇതാണ് 1-ാമത്തെ ആകയാൽ എന്ന വാക്കിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. 2-ാമത്തെ ആകയാലിലേക്ക് വരുമ്പോൾ 12-ാം വാക്യത്തിൽ ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്ങാലും നിവർത്തുവിൻ. അപ്പോൾ ഇവിടെ എന്താണ് വിഷയം? ഈ ആകയാൽക്ക് തൊട്ട് മുൻപ് ഒരു പ്രധാനപ്പെട്ട വിഷയം പറയുകയാണ്. എന്താണ് വിഷയം? ദൈവിക ശിക്ഷണം, the discipline of God or God's way of disciplining us. ദൈവിക ശിക്ഷണത്തെ കുറിച്ചുള്ള പാഠങ്ങൾ പഠിപ്പിച്ചതിന് ശേഷമാണ് പറയുന്നത് ആകയാൽ. അപ്പോൾ എന്താണ് ദൈവിക ശിക്ഷണം? നമ്മൾ കഴിഞ്ഞ ആഴ്ച ഓൾറെഡി കണ്ടു, എങ്കിലും വേഗത്തിൽ കൺക്ലൂഡ് ചെയ്ത് സമ്മറൈസ് ചെയ്ത് പറയാം. ദൈവിക ശിക്ഷണത്തെ കുറിച്ച് നാം 7 കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു. ദൈവിക ശിക്ഷണം, God's way of disciplining us. ദൈവം നമ്മളെ എങ്ങനെയാണ് ശിക്ഷിച്ച് നടത്തുന്നത്? അവിടെ നമ്മൾ കണ്ടു, ഒരു അപ്പൻ മക്കളെ ശിക്ഷിക്കുന്നത് പോലെ ദൈവം നമ്മളെ ശിക്ഷിക്കുന്നു. പല കാര്യങ്ങൾ കണ്ടു. നാം വേഗത്തിൽ പറയാം. ഒന്ന്, ദൈവിക ശിക്ഷണം എന്ന് പറയുമ്പോൾ തൽക്കാലം ദുഃഖകരമാണ്, വേദന ഉണ്ടാക്കുന്നതാണ്, സുഖകരമല്ല. ദൈവിക ശിക്ഷണത്തിന്റെ 1-ാമത്തെ പാഠം ദുഃഖകരമാണ്, പെയിൻഫുൾ ആണ്. ഗോഡ്സ് വേ ഓഫ് ഡിസിപ്ലിനിങ് ഈസ് പെയിൻഫുൾ എന്ന് പറഞ്ഞാൽ ദൈവിക ശിക്ഷ അനുഭവിക്കുമ്പോൾ ചിലപ്പോൾ വേദനിക്കും. 2-ാമത്തെ പാഠം, ദൈവം നമ്മെ ശിക്ഷിക്കുമ്പോൾ അഥവാ ദൈവം നമ്മളെ പരിശീലിപ്പിക്കുമ്പോൾ അതിന്റെ പിന്നിൽ, അപ്പോൾ വേദനയുണ്ടെങ്കിലും അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ സ്നേഹമാണ് എന്ന് നാം കണ്ടു. ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മെ ശിക്ഷിക്കുന്നു. ഗോഡ്സ് വേ ഓഫ് ഡിസിപ്ലിനിങ് ഇസ് ഫിൽഡ് വിത്ത് ദ ലവ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സ്നേഹത്താൽ നിറഞ്ഞതാണ്. 3-ാമത്തെ പാഠം, ദൈവം നമ്മളെ സ്നേഹിക്കുമ്പോൾ, നമ്മളെ ശിക്ഷിക്കുമ്പോൾ, നമുക്ക് വേദന എടുക്കുമ്പോൾ ദൈവമേ എന്നെ എന്തുകൊണ്ടും നീ പകയ്ക്കുന്നു എന്നല്ല നാം പറയേണ്ടത്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, ദൈവത്തിന്റെ മക്കളായതുകൊണ്ടാണ് ദൈവം നമ്മളെ ശിക്ഷിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ശിക്ഷണത്തിന്റെ 3-ാമത്തെ പ്രത്യേകതയാണ്, നാം ശിക്ഷ അനുഭവിക്കുമ്പോൾ നാം ദൈവത്തിന്റെ മക്കൾ എന്ന് തെളിയിക്കപ്പെടുന്നു. അഥവാ ദൈവം നമ്മളോട് മക്കൾ എന്ന പോലെ പെരുമാറുന്നു. God treats us as his own dear children. 4-ാമത്തെ കാര്യം, ദൈവിക ശിക്ഷണത്തിന്റെ 4-ാമത്തെ കാര്യം, നമ്മുടെ നന്മയ്ക്കായിട്ടാണ് ദൈവം നമ്മളെ ശിക്ഷിക്കുന്നത്. നമ്മുടെ ദോഷത്തിനോ, നമ്മൾ നശിച്ചു പോകാനോ, നമ്മൾ മുടിഞ്ഞു പോകാനോ, നമ്മൾ നശിക്കപ്പെടുവാൻ വേണ്ടി അല്ല ദൈവം നമ്മളെ അടിക്കുന്നത്, ദൈവം നമ്മളെ ശാസിക്കുന്നത്, ദൈവം നമ്മളെ തല്ലുന്നത്. പകരം നമ്മുടെ നല്ലതിന് വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്തൊക്കെയാണ് 4 കാര്യങ്ങൾ? 1-ാമത്, ദൈവിക ശിക്ഷണം വേദനാജനകമാണ് അഥവാ ദുഃഖകരമാണ്. 2, ദൈവിക ശിക്ഷണത്തിന്റെ പിന്നിൽ ദൈവത്തിന്റെ സ്നേഹമുണ്ട്. 3,
ദൈവിക ശിക്ഷണത്തിൽ ഒരു കാര്യം തെളിയുന്നു, നാം ദൈവത്തിന്റെ മക്കളാണ്, അഥവാ ദൈവം നമ്മളെ മക്കൾ എന്ന പോലെ പെരുമാറുന്നു. 4, ദൈവിക ശിക്ഷണം നമ്മുടെ നല്ലതിനു വേണ്ടിയാണ്, നമ്മുടെ നല്ലതിനു വേണ്ടിയാണ്. 5-മതായിട്ട് ദൈവിക ശിക്ഷണത്തിന്റെ പ്രത്യേകത, ദൈവിക ശിക്ഷണം നമ്മളെ നീതി എന്ന സമാധാന ഫലത്തിലേക്ക് നയിക്കുന്നു. അഥവാ ഈ ശിക്ഷണത്തിന്റെ ഒടുവിൽ ഒരു നീതിയുള്ള ജീവിതം നമ്മിൽ ഉളവാക്കുവാൻ ഈ ശിക്ഷണത്താൽ സാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മളെ ഒരു നീതിമാനാക്കുവാൻ, നമ്മളെ ഒരു നീതിയുള്ള ജീവിതത്തിലേക്ക് നയിക്കുവാൻ, നീതി എന്ന സമാധാന ഫലം കൊയ്യുവാൻ ദൈവം നമ്മളെ ശിക്ഷിക്കുന്നു. 5 കാര്യങ്ങൾ വ്യക്തമാണല്ലോ. വേഗത്തിൽ പറയാം. 1, ദൈവിക ശിക്ഷണം ദുഃഖകരമാണ്, വേദനാജനകമാണ്. 2, ദൈവിക ശിക്ഷണത്തിന്റെ പേരിൽ ദൈവസ്നേഹമുണ്ട്. 3, ദൈവിക ശിക്ഷണത്തിൽ കൂടി നാം ദൈവത്തിന്റെ മക്കൾ എന്ന് തെളിയിക്കപ്പെടുന്നു. 4, ദൈവിക ശിക്ഷണം നമ്മുടെ നല്ലതിന് വേണ്ടിയാണ്. 5, ദൈവിക ശിക്ഷണം നീതി എന്ന സമാധാന ഫലം നമ്മിൽ കൊയ്യുന്നു. 6, ദൈവിക ശിക്ഷണം നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നു. അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതെന്ന വാക്ക് നമ്മളവിടെ കാണുന്നു. അപ്പോൾ 6-മതായിട്ട് ദൈവിക ശിക്ഷണം അനുഭവിക്കുമ്പോൾ നാം ഒരു പടിയും കൂടി ദൈവിക വിശുദ്ധിയിലേക്ക് നടന്നു നീങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവശിക്ഷണം നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മിലുള്ള അശുദ്ധി മാറും. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ നമ്മൾ ദൈവിക വിശുദ്ധിയിലേക്ക് നടന്നു നീങ്ങുകയാണ്. 6-മത്തെ കാര്യം. ഒടുവിലായി 7-മത്തെ കാര്യം, ദൈവിക ശിക്ഷണം ഒരു പണിഷ്മെന്റ് എന്നതിനേക്കാൾ ഉപരിയായി ഒരു അഭ്യാസമാണ്, ഒരു ട്രെയിനിങ് ആണ്. ഗോഡ്സ് ഡിസിപ്ലിൻ ഇസ് മോർ ഓഫ് എ ട്രെയിനിങ് ദാൻ എ പണിഷ്മെന്റ്. ദൈവിക ശിക്ഷണം നമ്മളെ പരിശീലിപ്പിക്കുകയാണ്, നമ്മളെ അഭ്യസിപ്പിക്കുകയാണ്. ദൈവിക സ്വഭാവ ഗുണങ്ങൾ നമ്മിൽ രൂപപ്പെടേണ്ടതിനായിട്ട് ദൈവം നമ്മളെ അഭ്യസിച്ച് നടത്തുകയാണ്. ഇത്രയും പറഞ്ഞിട്ട് ആകയാൽ എന്ന വാക്ക് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിഷയം ഇന്ന് ദൈവിക ശിക്ഷണം അല്ലാത്തതുകൊണ്ട് നമുക്ക് 7 കാര്യങ്ങൾ പറഞ്ഞ ശേഷം ആകയാൽ എന്ന വാക്ക് പറയുമ്പോൾ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവരും. പ്രൈസ് ദി ലോർഡ്. എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്? 2-മത്തെ തവണ ആകയാൽ എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് മുമ്പ് പറഞ്ഞിരിക്കുന്ന ആശയം ദൈവിക ശിക്ഷണം. ഒന്നുകൂടെ പറയാം. എബ്രായ ലേഖനത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 1-മത്തെ വാക്യത്തിൽ ആകയാൽ നാമും സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് മുമ്പ് പറഞ്ഞിരിക്കുന്നത് വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ച ആയിരക്കണക്കിന് വിശുദ്ധന്മാരാണ് വിഷയം. ഇവിടെ ആകയാൽ എന്ന് പറയുമ്പോൾ മറന്നുപോകാൻ പാടില്ലാത്തൊരു സത്യം, ദൈവിക ശിക്ഷണം അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് ഒരു പ്രബോധനം പറഞ്ഞിട്ട് പറയുന്ന ആകയാൽ. 3-മത്തെ ആകയാലിലേക്ക് നമുക്ക് വരാം. 3-മത്തെ ആകയാൽ 28-ാം വാക്യത്തിലാണ്. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം പെരുമാറ്, ഭക്തിയോടും ഭയഭക്തിയോടും കൂടി സേവ ചെയ്യുക. ഇവിടെ പറയുന്ന ആകയാൽ ഇളകാത്ത രാജ്യം നാം പ്രാപിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് ഒരു ഇളകാത്ത രാജ്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് 22 മുതലുള്ള വാക്യങ്ങളിൽ, പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും എന്ന് പറഞ്ഞു തുടങ്ങിയ ഈ ഭാഗം ഇളകാത്ത രാജ്യത്തെ കുറിച്ച് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഈ ഇളകാത്ത രാജ്യം നാം പ്രാപിക്കുന്നത് കൊണ്ട് നമ്മൾ ഇപ്പോൾ ഭയത്തോടെ വിറയലോടുകൂടി ദൈവത്തെ ആരാധിച്ച് സേവ ചെയ്യുകയാണ് വേണ്ടത്. എത്ര മനോഹരമായിട്ടാണ് എബ്രായ ലേഖന കർത്താവ് 12-ാമത്തെ അധ്യായം കൺക്ലൂഡ് ചെയ്യുന്നത്. 13-ാമത്തെ അധ്യായത്തിൽ എത്തുമ്പോൾ ഒരു ജനറൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. 13-ാമത്തെ അധ്യായത്തിലാണ് അധരഫലം എന്ന സ്തോത്രയാഗത്തെ കുറിച്ചൊക്കെ പറയുന്നത്. സ്തോത്രം പറഞ്ഞുകൊണ്ട് അധ്യായം അവസാനിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 12-ാം അധ്യായത്തിന്റെ ഒരു സ്ട്രക്ചർ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. എന്താണ് 12 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത്? അപ്പോൾ ഈ എബ്രായ ലേഖനം 12-ാം അധ്യായത്തെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. ആദ്യത്തെ ആകയാലും, 2-മത്തെ ആകയാലും, 3-മത്തെ ആകയാലും. ആദ്യത്തെ ആകയാൽ എന്താണ്? സാക്ഷികൾ ഇത്ര വലിയ സമൂഹം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ആകയാൽ. 2-മത്തെ ആകയാൽ എന്താണ്? ദൈവിക ശിക്ഷണത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷമുള്ള ആകയാൽ. 3-മത്തെ ആകയാൽ എന്താണ്? ഇളകാത്ത രാജ്യത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷമുള്ള ആകയാൽ. മനസ്സിലാവുന്നുണ്ടോ? പഠിക്കുവാൻ എളുപ്പത്തിന് വേണ്ടി മാത്രം നമുക്ക് ഇങ്ങനെ സ്ട്രക്ചറൈസ് ചെയ്യാം. നമുക്ക് 12-ാമത്തെ വാക്യത്തിലേക്ക് എത്താം. എന്താണ് ഇവിടെ പറയുന്നത്? ആകയാൽ. ഇനി ദൈവം ശ്രദ്ധിക്കണമേ, നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ദൂതിലേക്ക് വരികയാണ്. ആകയാൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. 1, 2, 3, 4, 5, 6 കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ശ്രദ്ധിക്കുക.
12 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ ആ വാക്കുകൾ, ഞാൻ പറയുന്ന വാക്കുകൾ പറ്റുമെങ്കിൽ നിങ്ങൾ പെൻസിലോ പേനയിലോ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അടിവരയിടാം. ആകയാൽ നിവർത്തുവിൻ. എന്ത് നിവർത്തണം? തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാൽ നിവർത്തുവിൻ. അപ്പോൾ ആക്ഷൻ ആണ്, ശ്രദ്ധിക്കണേ. നിവർത്തുവിൻ. എല്ലാവരും പറയാമോ? നിവർത്തുവിൻ. 2, നിരത്തുവിൻ. 13 വാക്യം, മുടന്തുള്ളതും ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവീൻ. ശ്രദ്ധിക്കണമേ, നാം ചെയ്യേണ്ട കാര്യം. 2ാമത്തെ കാര്യം നിരത്തുവീൻ. 3ാമത് 14 വാക്യത്തിൽ ആചരിക്കുക, സമാധാനം ആചരിക്കുക. 4ാമത്തെ കാര്യം ഉത്സാഹിക്കുക. 5ാമത്തെ കാര്യം ദൈവകൃപ വിടാതിരിക്കുക. 6ാമത്തെ കാര്യം ദുർനടപ്പ് പാടില്ല. 7ാമത്തെ കാര്യം ജ്യേഷ്ഠാവകാശം വിറ്റുകളയാതെ കരുതിക്കൊള്ളുക. ഞാൻ വേഗത്തിൽ ആ വാക്കുകൾ ഒന്നുകൂടെ വായിക്കാം. നിവർത്തുവിൻ, നിരത്തുവിൻ, ആചരിക്കുക, ഉത്സാഹിക്കുക, പിന്മാറാതിരിക്കുക, ദുർനടപ്പ് അരുത്, അവസാനം കരുതിക്കൊള്ളുവിൻ. 7 കാര്യങ്ങൾ. ആകയാൽ നാം ചെയ്യേണ്ട 7 കാര്യങ്ങൾ. ആദ്യമായിട്ട് നമ്മൾ ഈ ആദ്യത്തെ 7 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. അതിനു മുൻപ് ആദ്യത്തെ വാക്കിലേക്ക് വരാം. ആദ്യമായിട്ട് നാം ചെയ്യേണ്ടതായിട്ടുള്ള 1ാമത്തെ കാര്യം, തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ. എന്ന് തന്നെ കേട്ടോണ്ടിരിക്കുന്ന ദൈവ പൈതലേ, നിങ്ങളുടെ കരങ്ങൾ തളർന്നിരിക്കുകയാണോ? ഇന്ന് രാത്രിയിൽ അത് നിവർത്തുക. അതിന്റെ ആത്മീയ അർത്ഥം നിങ്ങൾക്ക് തന്നെ അത് ദൈവത്തോട് ചോദിക്കാം. കരങ്ങൾ തളർന്നിരിക്കുകയാണോ? പ്രവർത്തിച്ച് ക്ഷീണിച്ചു മടുത്ത അവസ്ഥയിലാണോ? കൈകൾ ചലിക്കാതെ വണ്ണം നിർജീവ അവസ്ഥയിലാണോ? കൈ അനക്കാതെ വണ്ണം പാരലൈസ്ഡ് ആണോ? ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ തളർന്ന കൈയെ നിവർത്തുന്നു. യേശു കർത്താവ് ശബത്തിൽ ആ വരണ്ട കൈയുള്ള വ്യക്തിയെ സൗഖ്യമാക്കിയതുപോലെ ഇന്ന് രാത്രി നിർജീവമായിട്ടുള്ള കരങ്ങളെ യേശു കർത്താവ് ബലപ്പെടുത്തുന്നു. വിശ്വാസത്താൽ ഏറ്റെടുക്കാം. കർത്താവേ, അങ്ങയ്ക്ക് വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹമുണ്ട്, എന്റെ കരങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് രാത്രി പറയുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി ലേഖനങ്ങൾ എഴുതുവാൻ, ദൈവത്തിന് വേണ്ടി പുസ്തകങ്ങൾ എഴുതുവാൻ, ദൈവത്തിന് വേണ്ടി സുവിശേഷം പ്രഘോഷിക്കുവാൻ, അനേകരെ കൈപിടിച്ച് നടത്തുവാൻ ഈ കരത്തെ ബലപ്പെടുത്തണമേ എന്ന് രാത്രി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. തളർന്ന കൈയെ നിവർത്തുവീൻ. ഇന്ന് രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തളർന്ന കൈകൾ നിവരട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തളർന്ന കൈകൾ നിവരട്ടെ. ആത്മാവിൽ ഉയർന്ന് മുന്നോട്ട് പോകട്ടെ. ഹല്ലേലൂയ. ഓട്ടക്കളത്തിൽ ഓടുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ കൈ ഇങ്ങനെ ഓടും, അല്ലേ? കൈ അനക്കാതെ നേരെ വെച്ച് ഓടാൻ പറ്റുമോ? ഇല്ല. ഈ ഓരോ കൈയുടെ നീക്കത്തിനും ആ സ്പീഡ് നിയന്ത്രിക്കുന്ന കൈയിന്റെ ഓട്ടമാണ്, അല്ലെ? അങ്ങനെയാണെങ്കിൽ 12ാം അധ്യായത്തിന് 1ാം വാക്യം, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട്, അതെ അല്ലെന്ന് പറഞ്ഞേ, വിട്ട് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് ഓടണമെങ്കിൽ തളർന്ന കൈയെ ജീവിപ്പിക്കണം. ഇത്രയൊക്കെ പറയുന്ന ആശയം മനസ്സിലാകുന്നുണ്ട്? മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഓടണമെങ്കിൽ ഭാരമെടുത്ത് കർത്താവിന്റെ മേലിടുക, പുറകിലുള്ള കാര്യത്തെ മറക്കുക, മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടത്തെ ഫോക്കസ് ചെയ്യുക, യേശുവിനെ നോക്കുക, കൈയെ ഉയർത്തിക്കൊണ്ട് ഓടുക. പ്രൈസ് ദി ലോർഡ്. അടുത്ത പറഞ്ഞിരിക്കുന്നത് എന്താണ്? കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ. എന്താണ് കുഴഞ്ഞ മുഴങ്കാൽ? ഓടണമെങ്കിലേ മുട്ട് സ്ട്രോങ് ആയിരിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മുട്ട് സ്ട്രോങ് ആയിരിക്കണം. മുട്ടുകാൽ സ്ട്രോങ് ആയിരിക്കണം. ഹല്ലേലൂയ. ഇന്നലെ വേഗത്തിൽ അല്പം തന്നെ കുഞ്ഞിനെ കൈ പിടിച്ച് പെട്ടെന്ന് ഇരുന്നപ്പോൾ എന്റെ കാലൊന്ന് ചെറുതായിട്ട് ഒളുക്കി, മുട്ടുകാൽ ഒടുക്കി. അല്പം നേരം കയ്യിൽ അങ്ങോട്ട് കൊണ്ടാക്കിയപ്പോൾ ശരിയായി. പെട്ടെന്ന് ഈ വാക്യം വായിച്ചപ്പോൾ എന്നെ മനസ്സിലാകാൻ ഓർമ്മ വന്നത്, മുട്ട് ഉളുക്കി കഴിഞ്ഞാൽ, മുഴങ്കാൽ കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ ഓട്ടം സ്ഥിരത ഉണ്ടാകില്ല, നടക്കാൻ സാധിക്കത്തില്ല, എഴുന്നേൽക്കാൻ സാധിക്കത്തില്ല. ആത്മീയമായ മുഴങ്കാലുകൾ കുഴഞ്ഞ അവസ്ഥയിലാണെങ്കിൽ ഇന്ന് രാത്രി ചടകുടഞ്ഞ് എഴുന്നേൽക്കണം. ഹല്ലേലൂയ. മുട്ടുമേൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അനേകം വിഷയങ്ങളെ നേടിയെടുക്കുവാൻ നിങ്ങളുടെ മുഴങ്കാലുകളെ ഇന്ന് രാത്രിയിൽ നിവർത്തുവീൻ. എത്ര ഒരു ശബ്ദം കേൾക്കുന്നു? നിങ്ങളുടെ കുഴഞ്ഞ, നമുക്ക് ആശയം അങ്ങനെ എടുത്തൂടെ? പ്രാർത്ഥന എന്ന ആ മുഴങ്കാൽ, ഹല്ലേലൂയ, ആരുടെയെങ്കിലും മുഴങ്കാൽ കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ പഴയ പായൊന്ന് എടുക്കണം.
കൂരയുടെ മേളിലെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന പായുണ്ടല്ലോ, സ്ഥലമില്ലാതെ മേളിൽ വെച്ചിരിക്കുന്ന പായുണ്ടല്ലോ, അതുകൊണ്ട് താഴെ എടുത്ത് താഴോട്ടങ്ങ് വിരിക്കണം. മുട്ടുമേൽ ഇരുന്നു കൊണ്ട് നെടുമാട് വീണ് ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് എത്ര വരുന്ന രാത്രി നിലവിളിക്കും. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മുഴങ്കാലുകളെ ബലപ്പെടുത്തുമാറാകട്ടെ. ഹല്ലേലൂയ. മുട്ടുമേൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാൻ നിങ്ങളുടെ മുഴങ്കാലുകളെ കർത്താവ് ബലപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ ഓട്ടക്കളത്തിൽ ഓടുന്നവരെ കുറിച്ചാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ ആകയാൽ പറയുന്നത് ഭാരവും പാപവും വിട്ട് ഓടുക. രണ്ടാമത്തെ ആകയാൽ പറയുന്നത് തളർന്ന കൈകളെ നിവർത്തുവീൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ നിവർത്തുവീൻ. അടുത്ത വാക്യത്തിലേക്ക് പോകാം. മുടന്തുള്ളതും ഉളുക്കിപ്പോകാതെ. അപ്പോൾ എന്താണ് മുടന്തുള്ളത് വെച്ച് കഴിഞ്ഞാൽ? മുടന്തുകാൽ. മുടന്തുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നടക്കാൻ പറ്റില്ല. നടക്കാൻ പറ്റിയില്ല എന്ത് സംഭവിക്കും? ഓടാൻ പറ്റില്ല. അപ്പോൾ മുടന്തുള്ള കാല് ഒന്നും കൂടി ഉളുക്കിപ്പോകാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അത് ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവീൻ എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയ സന്ദേശമാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ മുൻപിൽ ഉള്ള പാത, നിങ്ങളുടെ മുൻപിലുള്ള വഴി ഇനി അല്പം പോലും മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. ഞാൻ ഇവിടെ ഉളുക്കി, എന്റെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുൻപിൽ ഒരു വലിയ ഓട്ടമുണ്ട്. നിങ്ങളുടെ പാത നിരത്തുവീൻ, നിങ്ങളുടെ പാത നിരത്തുവീൻ. ഒരു ഓട്ടക്കളത്തിലാണ് നാം. ഇവിടെ ഉളുക്കി ഭേദമാകാതെ ഇവിടെ തന്നെ ഇരിപ്പായി, പാരലൈസ്ഡ് ആയി ഒരു വീൽ ചെയറിൽ ഇരുന്ന് ജീവിതം വീൽ ചെയറിൽ അവസാനിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ചടകുടഞ്ഞ് എഴുന്നേറ്റ് മുട്ടുകാൽ സ്ട്രോങ് ആയിട്ട് ഉളുക്കി പോകാത്ത കാലുമായിട്ട് ഓട്ടക്കളത്തിൽ ഓടി ബിരുദ പ്രാപിക്കുവാൻ ദൈവം രാത്രി ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഈ ഓട്ടക്കളത്തിൽ കൈകളെ ഉയർത്തിക്കൊണ്ട്, കൈകളെ ആഞ്ഞുകൊണ്ട്, മുഴങ്കാലെ ബലപ്പെടുത്തിക്കൊണ്ട്, മുടന്തുള്ള കാലിനെ ഭേദമാക്കിക്കൊണ്ട് പാത നിർത്തി ഈ ഓട്ടം ഓടുവാൻ എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖന കർത്താവ് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് അറിയാമോ? 12-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഇതൊരു വായിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ ഐഡിയ കിട്ടും. വേഗത്തിൽ നിന്ന് വായിക്കാം. എന്താണ് ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ഓട്ടക്കളത്തിൽ നമ്മൾ നിശ്ചലമായി പോകുവാൻ ഇടയാകുന്ന വിഷയം എന്തെന്നറിയാമോ? വേഗത്തിൽ 1, 2, 3, 4, 5, 7 കാര്യങ്ങൾ പറയാം. 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും ഒരു വിശ്വാസിയുടെ 7 അവസ്ഥകളെ രാത്രി പറയാൻ പോവുകയാണ്. ഈ 7 അവസ്ഥകളെ ഇന്ന് രാത്രി അതിജീവിക്കണം. 1, സകല ഭാരം. അതെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളെ ക്ഷീണിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന ജീവിതത്തിലെ ഭാരങ്ങളാണ്. 1, ഒരു വിശ്വാസിയെ ക്ഷീണിപ്പിക്കുന്ന, ഒരു വിശ്വാസിയെ ഓട്ടക്കളത്തിൽ നിർത്തുന്ന അല്ലെങ്കിൽ ഓട്ടക്കളത്തിൽ ഓടുവാൻ എതിരെ നിൽക്കുന്ന ഒന്നാമത്തെ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് വലിയ ഭാരമാണ്. ഈ ഭാരം വെച്ചുകൊണ്ട് ഓട്ടക്കളത്തിൽ ഓടാൻ പറ്റില്ല. ഭാരമെടുത്ത് മാറ്റണം, എങ്കിൽ മാത്രമേ ഓടാൻ സാധിക്കുള്ളൂ. ഒന്നാമത്തെ അവസ്ഥ ഭാരമാണ്. രണ്ടാമത്തെ അവസ്ഥ മുറുകെ പറ്റുന്ന പാപമാണ്. എത്ര അതിജീവിക്കുവാൻ ശ്രമിച്ചിട്ടും അതിജീവിക്കുവാൻ പറ്റാത്ത ചില പാപങ്ങൾ. കള്ളം പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ അഭിനയമായിരിക്കാം, കപട ഭക്തിയായിരിക്കാം, പ്രാർത്ഥന കുറവായിരിക്കാം, വചനധ്യാന കുറവായിരിക്കാം, ദേഷ്യമായിരിക്കാം, അസഭ്യ വാക്കുകൾ പറയുന്നതായിരിക്കാം. എന്തുമായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ നമ്മളെ മുറുകെ പറ്റുന്ന പാപം രണ്ടാമത്തെ അവസ്ഥ. മൂന്നാമത്തെ അവസ്ഥ എന്താണ്? മൂന്നാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കേണ്ടതിന്. അപ്പോൾ ഉള്ളിലെ ക്ഷീണവും മടുപ്പുമാണ് മൂന്നാമത്തെ വിഷയം. എത്ര ദൈവമക്കൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ ഒരു വിശ്വാസിയുടെ നിർജീവ അവസ്ഥയെ കുറിച്ച് പറയാണ്. 1, വലിയ ഭാരമാണ്, ടെൻഷനാണ്, സ്ട്രെസ്സാണ്, മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ബൈബിൾ തുറന്നു വായിക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്നു. പലവിധമായിട്ടുള്ള ഭാരങ്ങളാണ് മനസ്സിലുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഭാരം മാറ്റണം. 2, പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. 3, ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കുന്ന അവസ്ഥ. ഇതിനെല്ലാത്തിനും എബ്രായ ലേഖന കർത്താവിന് വഴി പറഞ്ഞുണ്ട്. ശ്രദ്ധിച്ചോ? ഭാരം എങ്ങനെ മാറ്റണം? സാക്ഷികളുടെ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള ആളുകളൊക്കെ ഈ ഭാരം ചുമന്നവരാണ്. അവരെല്ലാം ഭാരം കർത്താവിന് മേലിട്ട് ഓടിയവരാണ്. പിന്നെ പറയുന്നുണ്ട് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം എങ്ങനെ ഓടണം, അതിനുള്ള വഴി പറയുന്നുണ്ട്. യേശുവിനെ നോക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്ങനെയാണ് ഈ 7 അവസ്ഥ അതിജീവിക്കുന്നത്? 1, നമ്മൾ ചെയ്യേണ്ടത് സാക്ഷികളുടെ സമൂഹം. 2, യേശുവിനെ നോക്കണം. മൂന്നാമത്തെ അവസ്ഥ, ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ പറയുന്നുണ്ട്, പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവന്
ധ്യാനിച്ചു കൊള്ളുവിൻ. അപ്പോൾ ഉള്ളിൽ ക്ഷീണവും മടുപ്പും വന്നാൽ യേശുവിനെ ധ്യാനിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം ഓൾറെഡി കണ്ടതാണ്. അപ്പൊ മൂന്നാമത്തെ അവസ്ഥ ഉള്ളിലെ ക്ഷീണവും മടുപ്പും. നാലാമത്തെ അവസ്ഥ എന്താണ്? ഇവിടെ പറയുന്നുണ്ട് 5-ാം വാക്യത്തിൽ, അവൻ ശാസിക്കുമ്പോൾ മുഷിയേം അരുത് എന്ന് പറഞ്ഞാൽ ദൈവിക ശിക്ഷണത്തിൽ കൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന മുഷിച്ച്. എത്ര ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. 1 ഭാരം, 2 പാപം, 3 ഉള്ളിലെ ക്ഷീണവും മടുപ്പും, 4 മുഷിച്ച് എന്ന് പറഞ്ഞാൽ എന്തിനാ ദൈവം എപ്പോഴും ഇങ്ങനെ ശിക്ഷിക്കുന്നത്? എന്തിനാ ദൈവം ഇത് സംഭവിപ്പിച്ചത്? ഫുൾ ടൈം ദൈവം അനുവദിക്കുന്ന ശിക്ഷയിൽ ആ ശിക്ഷണത്തിൽ കൂടെ സൗമ്യതയോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ പോകുന്നതിന് പകരം പുറവൃത്ത് മുഷിയുന്ന ഒരവസ്ഥ, അതും ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഒരു ഭയങ്കരമായ ഒരു അവസ്ഥയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ അതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ നാലാമത്തെ അവസ്ഥ. 1 ഭാരം, 2 പാപം, 3 ഉള്ളിലെ ക്ഷീണവും മടുപ്പും, 4 ദൈവിക ശിക്ഷണത്തിലെ മുഷിപ്പ്. 5-ാമത്തെ കാര്യം ഇവിടെ നമ്മൾ കാണുന്നത്, ഏത് ശിക്ഷയും കുറെ കാലത്തേക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ. അപ്പൊ ജീവിതത്തിൽ ഉണ്ടാവുന്ന ദുഃഖങ്ങളാണ് ഒരു വിശ്വാസിയുടെ 5-ാമത്തെ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക്. 6-ാമത്തെ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആണ് നമ്മൾ കണ്ട തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും. 7-ാമത്തെ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആണ് മുടന്തുള്ള കാലും. അപ്പൊ ഇത്രയും അവസ്ഥകളെ ഓവർകം ചെയ്യുവാൻ വേണ്ടിയുള്ള വഴികൾ ഇവിടെ തന്നെ പറയുന്നുണ്ട്. സാക്ഷികളെ സമൂഹത്തെ ഓർക്കുക, യേശുവിനെ നോക്കുക, വിരോധം സഹിച്ചവനെ ധ്യാനിക്കുക, കർത്താവിന്റെ ശിക്ഷണം വരുമ്പോൾ മുഷിയുന്നതിന് പകരം ദൈവ സ്നേഹമാണ് ഇതിന്റെ പിന്നിൽ തിരിച്ചറിയുക, ദുഃഖം വരുമ്പോൾ ഓർത്തണം ഇത് നന്മയ്ക്കാണെന്ന് ഓർത്ത് സന്തോഷിക്കുക. പിന്നെ നമ്മൾ കുഴഞ്ഞ കൈ വരുമ്പോൾ ഈ ഓട്ടക്കളത്തിൽ കൈയിന് നിവർത്തി ഓടുക എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന വാക്കുകളാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഒരു വിശ്വാസിയുടെ 7 അവസ്ഥകളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ 7 അവസ്ഥയിലിരിക്കുന്ന ഒരു വിശ്വാസിക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1 നമ്മൾ കണ്ടത് തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവീൻ. 2-ാമത് നമ്മൾ കണ്ടത് മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവീൻ. 3-ാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. എന്താണ് ഒരു വിശ്വാസി, പുതിയ നിയമ വിശ്വാസി ചെയ്യേണ്ട 3-ാമത്തെ കാര്യം? എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഉത്സാഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറഞ്ഞ പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നത് ദൈവിക ശിക്ഷണത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം നാം ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ്. ഇവിടെ ഇത് പറയുന്നതിന് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ ഭാഗം ദൈവിക ശിക്ഷണം പറഞ്ഞപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്, അല്ലെ? ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ശ്രദ്ധിച്ചത്. എന്നാൽ 12 മുതലുള്ള വാക്യങ്ങളിൽ നാം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് രണ്ടും കൂടെ വരുമ്പോഴേ ഒരു ക്രിസ്ത്യൻ ലൈഫ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ദൈവം എല്ലാം ചെയ്തുകൊള്ളും എന്ന് പറഞ്ഞിരുന്നാൽ നടക്കത്തില്ല, നാം മാത്രം ചെയ്താലും നടക്കത്തില്ല. ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യണം, നമ്മൾ ചെയ്യേണ്ടത് നമ്മളും ചെയ്യണം. ദൈവം ചെയ്യേണ്ടത് എന്താണ്? ശിക്ഷണം. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അതാണ് ഇവിടെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. 1 നിവർത്തണം, 2 നിരത്തണം, 3-ാമതായിട്ട് സമാധാനം ആചരിക്കണം. എല്ലാവരോടും സമാധാനം ആചരിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് എല്ലാവരോടും സമാധാനം ആചരിക്കണം എന്ന് പറയുന്നത്? റോമർക്കെഴുതിയ ലേഖനം 12-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കഴിയുമെങ്കിൽ എല്ലാവരോടും സമാധാനമായി ഇരിപ്പീൻ, അല്ലെ? എല്ലാവരോടും സമാധാനമായിരിക്കണം. എന്തിനാണ് അങ്ങനെ സമാധാനമായിട്ടിരിക്കുന്നത്? കാരണം തൊട്ടു മുമ്പ് നമ്മൾ വായിച്ചു, നീതി എന്ന സമാധാന ഫലം നമ്മിൽ ദൈവം ഉളവാക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മുടെ ഉള്ളിൽ ഒരു സമാധാനമായ ഒരു അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ദൈവത്തോടും മനുഷ്യരോടും സമാധാനത്തിലാകണം. ഇത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നില്ല എന്ന് വരികിൽ ഈ ക്രിസ്ത്യ ജീവിതത്തിൽ അധികം കാലം മുന്നോട്ട് പോകുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് സമാധാനം ആചരിക്കാൻ പറഞ്ഞിരിക്കുന്നത്? സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഉത്സാഹിക്കുവാൻ. ഇന്ന് രാത്രി എത്ര ഈ വചനം കേൾക്കുന്നുണ്ട്? ഹല്ലേലൂയ. എല്ലാവരോടും സമാധാനം ആചരിക്കാനും ശുദ്ധീകരണം പ്രാപിക്കുവാനും ഉത്സാഹം നമ്മുടെ ഭാഗത്തുനിന്ന് വരണം. ഈ ഉത്സാഹം നമ്മുടെ ഭാഗത്തുനിന്ന് ഇല്ലെങ്കിൽ ഗ്രാജുവലി ആളുകളുമായിട്ടുള്ള ബന്ധം അകലും, അത് നിമിത്തം ദൈവവുമായിട്ടുള്ള ബന്ധവും അകലും, അത് നിമിത്തം നമ്മൾ പിന്മാറിപ്പോകാനിടയിൽ തീരും. അതിന്റെ അടുത്ത ഫെയിലിയർ സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. ശുദ്ധീകരണം കൂടാതെ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അടുത്ത വാക്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ കാണാനും വായിക്കുകയാണ്. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. എന്തെങ്കിലും മനസ്സിലായോ? എല്ലാവരോടും സമാധാനം ആചരിച്ചില്ലെങ്കിൽ ശുദ്ധീകരണമില്ല.
ശുദ്ധീകരണമില്ലെങ്കിൽ ദൈവത്തെ കാണാൻ സാധിക്കത്തില്ല. അപ്പൊ ദൈവത്തെ കാണണമെങ്കിൽ ശുദ്ധീകരണം വേണം. ശുദ്ധീകരണം വേണമെങ്കിൽ മനുഷ്യരുമായിട്ട് സമാധാനം വേണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ എന്താണ്? ദൈവത്തെ കാണണം, അല്ലെ? ദൈവത്തെ കാണാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ. ദൈവത്തെ കാണാൻ ഒറ്റ വഴിയുള്ളൂ, വിശുദ്ധി. വിശുദ്ധിയിലേക്ക് എത്താൻ ഒറ്റ വഴിയുള്ളൂ, എല്ലാവരോടും സമാധാനം ആചരിക്കണം. നമ്മൾ ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരോട് ക്ഷമ ചോദിക്കണം. നമ്മളോട് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് നമ്മൾ ക്ഷമിക്കണം. എന്നിട്ട് നമ്മൾ എല്ലാവരോടും സമാധാനമായിരിക്കണം. സമാധാനമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ഇന്ന് രാത്രിയിൽ സമാധാനം ഉണ്ടാക്കുന്ന എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട്? ഹല്ലേലൂയ. സമാധാനം ആചരിക്കുവാൻ വിളിക്കപ്പെട്ട ദൈവ പൈതലെ, നമ്മൾ സമാധാനം നശിപ്പിക്കുന്നവരാകരുത്, നമ്മൾ സമാധാനം സൃഷ്ടിക്കുന്നവരാകണം. നമ്മൾ ഇരുട്ടുണ്ടാക്കുന്നവരാകരുത്, നമ്മൾ വെളിച്ചം പടർത്തുന്നവരായിരിക്കണം. നമ്മൾ തിന്മയെ പ്രചരിപ്പിക്കുന്ന വ്യക്തിയാകരുത്, നമ്മൾ നന്മയെ പ്രചരിപ്പിക്കുന്ന വ്യക്തിയായിരിക്കണം. നിന്റെ ശത്രു വിശന്നാൽ ആഹാരം കൊടുക്കണം, അവൻ ദാഹിച്ചാൽ വെള്ളം കൊടുക്കണം, ഒരു ചെകിടത്തടിച്ചാൽ മറ്റു ചെകിടം കാണിച്ചു കൊടുക്കണം. നിങ്ങളെ പഴിക്കുന്നവരെ അനുഗ്രഹിക്കണം, നിങ്ങളുടെ ശത്രുക്കളെ നമ്മൾ സ്നേഹിക്കണം, നമ്മൾക്കെതിരെ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സമാധാനം ആചരിക്കണം. എത്രയൊക്കെ ആഗ്രഹിക്കുന്നു? 1, നിവർത്തുവീൻ. 2, പാത നിരത്തുവീൻ. 3, സമാധാനം ആചരിക്കുവീൻ. 4, ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഉത്സാഹിക്കുവിൻ. 4 കാര്യങ്ങളായല്ലോ, മറന്നുപോകരുത്. 1, നിവർത്തുക. 2, നിരത്തുക. 3, ആചരിക്കുക. 4, ഉത്സാഹിക്കുക. എന്ന് പറയാമോ? ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എന്റെ കരങ്ങളെയും എന്റെ മുഴങ്കാലെയും ഞാൻ നിവർത്തുന്നു. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എന്റെ പാദത്തിൽ ബലം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് എന്റെ പാദ ഞാൻ നിരത്തുന്നു. ഹല്ലേലൂയ. 3, ഞാൻ ഇടപെടുന്ന എല്ലാവരുമായിട്ട് ഞാൻ സമാധാനം ആചരിക്കുന്നു. 4, ഞാൻ ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഉത്സാഹിക്കുന്നു. ദൈവമക്കളെ, ഉത്സാഹം വേണം നമുക്ക്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, വിശ്വാസത്തോട് വീര്യത്തോട് പരിജ്ഞാനവും. താഴോട്ട് വായിക്കുമ്പോൾ ഉത്സാഹിക്കുവിൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതെ, ഉത്സാഹം കഴിച്ച്, സകല ഉത്സാഹവും കഴിച്ച് വിശ്വാസത്തോട് വീര്യം കൂട്ടണം. അതെ, ഇന്ന് രാത്രി എത്രയൊക്കെ ഉത്സാഹത്തോടെ ദൈവത്തിന്റെ വിശുദ്ധി പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിന്റെ ആ പാതയിലേക്ക് എത്തുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? ഉത്സാഹിക്കുക. ഇപ്പൊ എത്ര കാര്യങ്ങളായി? 4 കാര്യങ്ങൾ. അഞ്ചാമത്തെ കാര്യം, ആരും ദൈവകൃപ വിട്ട് പിന്മാറരുത്. ദൈവ പൈതലേ, നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത്, എന്റെ അവസ്ഥ പറയാം, ഞാൻ ഈ പുൾപിറ്റിൽ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്. നിങ്ങൾ ഇന്ന് വചനം കേൾക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്. നമുക്കിന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയത് ദൈവത്തിന്റെ കൃപയാലാണ്. നമ്മൾ ദൈവത്തെ അറിഞ്ഞത് ദൈവത്തിന്റെ കൃപയാണ്. കൃപ 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 കൃപയില്ലാതെ ഒന്നുമില്ല. നമുക്കൊന്നും പറയാനില്ല, നമുക്കൊന്നും പുകഴാനില്ല. കൃപയാലല്ലോ നമ്മൾ ക്രിസ്തു വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടത്. കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടത്. അതേ, ദൈവകൃപയാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത്. അതുകൊണ്ട് ഈ കൃപ വിട്ടുപോകരുത്. എല്ലാവരും പറഞ്ഞേ, ദൈവകൃപ വിട്ടുപോകരുത്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ എത്രയൊക്കെ ആഗ്രഹമുണ്ട്, ദൈവമേ കൃപ വരണേ, കൃപ തരണേ, കൃപ തരണേ, കൃപ തരണമേ. മറിയയ്ക്ക് കൃപ ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൃപയുണ്ടെങ്കിലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. കൃപ വേണം. അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപ വിട്ട് പിന്മാറിപ്പോകരുത്. പ്രൈസ് ദി ലോർഡ്. 1, നിവർത്തുവിൻ. 2, പാത നിരത്തുവിൻ. 3, സമാധാനം ആചരിക്കുവിൻ. 4, വിശുദ്ധി പ്രാപിക്കുവാൻ ഉത്സാഹിക്കുവിൻ. 5, ദൈവകൃപ വിട്ട് പിന്മാറരുത്. എബ്രായയിലെ കർത്താവിന്റെ ഫുൾ ലക്ഷ്യം ഇതാണ്, പിന്മാറ്റമല്ല, മുന്നോട്ട് പോവുക. മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. ഓട്ടക്കളത്തിൽ ഓടുന്നവരോടാണ് പറയുന്നത്, പിന്മാറരുത്, പുറകോട്ട് നോക്കരുത്, ദൈവത്തിൽ നോക്കുക, ഓടുക, മുന്നോട്ട് പോകുക, കാലുകൾ ബലപ്പെട്ട് ഓടുക, മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. ഇന്ന് രാത്രിയിൽ ആരെങ്കിലും പിന്നോട്ട് നോക്കുന്നുണ്ടെങ്കിൽ ശത്രുവായൻ പറയും, നിന്റെ പഴയകാല ജീവിതം നിന്നെ ഇപ്പോൾ ഡിസ്ക്വാളിഫൈ ചെയ്തു. ശത്രുവിനോട് പറയണം, പഴയകാല ജീവിതം യേശു ക്ഷമിച്ചു, ഇന്ന് മുതൽ ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. പഴയകാല ജീവിതം നമ്മളെ പിന്തുടരുന്നുണ്ടെങ്കിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ബ്രേക്ക് ചെയ്തിട്ട് മുന്നോട്ട് യാത്ര ചെയ്യുക. നമ്മുടെ മുൻപിൽ ഒരു വലിയ ഓട്ടം നമുക്കുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്മാറരുത് ദൈവമേ. നമ്മൾ കണ്ടല്ലോ, 10-ാം അധ്യായത്തിന്റെ തുടർച്ചയാണ് 12-ാം അധ്യായം എന്ന് ഞാൻ പറഞ്ഞല്ലോ. 10-ാം അധ്യായത്തിന്റെ അവസാനം എന്താണ് പറഞ്ഞിരിക്കുന്നത്? നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ. ഇതാണ് വിഷയം.
ഈ വിഷയത്തിന്റെ തുടർച്ചയാണ് 12-ാം അധ്യായം. നമ്മൾ പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, നമ്മൾ ഓട്ടക്കളത്തിൽ ഓടി ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ. ആ ഓട്ടക്കളത്തിലുള്ള ഒബ്സ്റ്റക്കിൾസ് ആണ് എബ്രായ ലേഖന കർത്താവ് 12-ാം അധ്യായത്തിൽ നിരത്തി വെച്ചിട്ട് പറയുന്നത്, ദൈവ പൈതലേ, ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ ധ്യാനിക്കുക. ഭാരവും മുറുകെ പറ്റുന്ന പാപം ഉണ്ടെങ്കിൽ യേശുവിനെ നോക്കുക. മുഷിയുന്ന അവസ്ഥയുണ്ടെങ്കിൽ ദൈവ സ്നേഹമാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് യാത്ര ചെയ്യുക. മുഴങ്കാൽ കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിവർത്തുക. പാത തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിവർത്തുവീൻ, നിരത്തുവീൻ. സമാധാനം ആചരിക്കുവീൻ. വിശുദ്ധി പ്രാപിക്കുവാൻ ഉത്സാഹിക്കുവീൻ. പിന്മാറരുത്. ദൈവകൃപ വിട്ട് പിന്മാറരുത്. മുന്നോട്ട് തന്നെ. ഹല്ലേലൂയ. നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം നമുക്ക് ഓടി വിരുദ് പ്രാപിക്കാം. ഹല്ലേലൂയ. ദൈവപൈതലേ, എബ്രായ ലേഖനം എന്ന് എപ്പോഴെങ്കിലും കേട്ടാൽ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരേണ്ട കാര്യം ഇതാണ്: മുന്നോട്ട്. പിന്നോട്ടല്ല, മുന്നോട്ട്. ഈ വർഷം അവസാനിക്കാൻ പോവുകയാണ്. കഴിഞ്ഞൊരു വർഷം നമുക്കറിയാം, നമ്മുടെ ലോക ചരിത്രത്തിന് ഏറ്റവും ദുഃഖകരമായ ഒരു വർഷമാണ്. എങ്കിലും നമുക്കിനി പിന്നോട്ട് നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് മുൻപിൽ ഒരു ഓട്ടമുണ്ട്. ഹല്ലേലൂയ. ഈ വർഷം അവസാനിക്കാൻ പോവുകയാണ്. ഈ വർഷം എന്ത് ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതിനെ ഓർത്ത് ദുഃഖിക്കുന്നതിനേക്കാൾ ഇനിയുള്ള അല്പ ദിവസങ്ങൾ എന്ത് ചെയ്യാം എന്നുള്ള ഓർത്ത് അതിനുവേണ്ടിയുള്ള പദ്ധതികൾ നമുക്ക് തയ്യാറാക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് വരാം. പിന്മാറരുത്. പിന്മാറിയാൽ എന്ത് സംഭവിക്കും? പിന്മാറിയാൽ എന്ത് സംഭവിക്കും? കൈപ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും. ഹല്ലേലൂയ. പിന്മാറിയാൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? നമ്മുടെ ഹൃദയം ഒരു വരണ്ട ഭൂമിയായി മാറും. കൈപ്പുള്ള വേരുകൾ മുളയ്ക്കും. അത് മുളച്ചാൽ കലഹമുണ്ടാകും. കലഹമുണ്ടാകിയാൽ മലിനപ്പെടും. മലിനപ്പെട്ടാൽ നാശത്തിലേക്ക് പോകും. എത്ര മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ, ദൈവകൃപ വിട്ടുപോയാൽ, നമ്മുടെ മനസ്സിൽ ശത്രുവായവൻ വേര് കൊണ്ടിടും. അത് അവിടെ കിടന്ന് മുളയ്ക്കും. മുളച്ചിട്ട് ആ കയ്പിന്റെ അവസ്ഥ കലഹമുണ്ടാക്കും. ആ കലഹം പിന്നെ നമ്മളെ മലിനപ്പെടുത്തും. ദൈവകൃപയിൽ നിന്ന് വീണുപോകും. ഇത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്? ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്രാമത്തെ കാര്യമാണ്? 5-ാമത്തെ കാര്യമാണ്. ദൈവകൃപ വിട്ടുപോകരുത്. 6-ാമത്തെ കാര്യം, ദുർനടപ്പ് പാടില്ല എന്നുള്ളതാണ് 6-ാമത്തെ കാര്യം. വിശദീകരിക്കേണ്ട ആവശ്യം നമുക്കറിയാം. ദുർനടപ്പ്, ഇമ്മോറൽ ലൈഫ് പാടില്ല. 7, ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിക്കുവാൻ കരുതിക്കൊള്ളുവിൻ. 7-ാമത്തെ കാര്യത്തിലേക്ക് വരികയാണ്. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിക്കുവാൻ കരുതിക്കൊള്ളുവിൻ. അവസാനമായിട്ട് 7-ാമത്തെ കാര്യം, എബ്രായ ലേഖന കർത്താവ് പഴയ നിയമത്തിലെ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, ഈ മനുഷ്യന് സംഭവിച്ച പോലെ നിങ്ങൾക്ക് സംഭവിക്കരുത്. എന്താണ് ഏശാവിന് സംഭവിച്ചത്? ജനിച്ചപ്പോൾ ജനനത്താൽ ആരാണ് മൂത്തയാൾ? യാക്കോബാണോ ഏശാവാണോ? ഏശാവാണ് അല്ലെ? ജ്യേഷ്ഠാവകാശം ആർക്കാണ് ലഭിച്ചത്? ഏശാവിനാണ്. എന്നാൽ നാം ഇപ്പോൾ പറയുന്നത് അബ്രഹാമും ഇസഹാക്കും ഏശാവും എന്നല്ല. അബ്രഹാമും ഇസഹാക്കും യാക്കോബ് എന്നാണ്. വാസ്തവത്തിൽ അബ്രഹാമും ഇസഹാക്കും ഏശാവും എന്നായിരുന്നു വരേണ്ടത്. പക്ഷേ ഏശാവ് ഒരു മണ്ടത്തരം കാണിച്ചു. തന്റെ ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞത് കൊണ്ട് ദൈവികമായിട്ടുള്ള ആ അനുഗ്രഹങ്ങൾ തനിക്ക് ലഭിക്കാതെ പോയി. എന്താണ് നമ്മുടെ ജ്യേഷ്ഠാവകാശം? നമ്മൾ ആരാണ്? നമ്മൾ ദൈവത്തിന്റെ മകനാണ്. നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. നമുക്കാണ് അവകാശം. ഈ അവകാശത്തെ
ശത്രുവായന് വിട്ടുകൊടുക്കരുത്. എത്ര പാപത്തിന്റെ താൽക്കാല ഭോഗം നമ്മുടെ മുൻപിൽ വെച്ചാലും അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് ജ്യേഷ്ഠാവകാശത്തെ മുറുകെ പിടിച്ചുകൊള്ളുക. കാരണം യേശു കർത്താവാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചത്. ജ്യേഷ്ഠാവകാശം വിറ്റ് കളയരുതെന്ന് പറഞ്ഞാൽ ദൈവിക അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് ഒഴുകുന്നതിന്റെ പ്രധാന കാരണം നാം ദൈവത്തിന്റെ മക്കളായതുകൊണ്ടാണ്. ഒരു പാപത്തിന്റെ അവസ്ഥ വരുമ്പോൾ അത് വിട്ടുകളയരുത്. പ്രൈസ് ദി ലോർഡ്. ഏശാവിന് പറ്റിയതുപോലെ പറ്റരുത്. എന്ത് സംഭവിച്ചെന്നറിയാമോ? അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിക്കുവാൻ ആഗ്രഹിച്ചു, കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട് മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഏശാവ് പിന്നെ വന്ന് ദുഃഖിച്ചു, കരഞ്ഞു, നിലവിളിച്ചു, അപേക്ഷിച്ചു. കിട്ടിയില്ല. കിട്ടുന്നതെല്ലാം പോയി. ഹല്ലേലൂയ. ദൈവ പൈതലേ, ഇതൊരു മുന്നറിയിപ്പാണ്. നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ പാപത്തിന്റെ താൽക്കാല ഭോഗത്തിന് വേണ്ടി തൽക്കാലം ഈ ഒരു സുഖം അനുഭവിക്കാമെന്ന് പറഞ്ഞ് ദൈവം നൽകിയിരിക്കുന്ന ദൈവിക മകൻ എന്നുള്ള സ്ഥാനം വിട്ടുകളഞ്ഞാൽ പിന്നെ ഞാൻ മാനസാന്തരപ്പെട്ടിട്ട് ദൈവത്തിന് അനുഗ്രഹം മേടിക്കാമെന്ന് മനസ്സിൽ ചിന്തയുണ്ടെങ്കിൽ അതിപ്പോ തന്നെ വിട്ടുകളയുക. പിന്നത്തേതിൽ കിട്ടണമെന്നില്ല. അതെ, ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ്, ദീർഘക്ഷമയുള്ള ദൈവമാണ്. പക്ഷെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അനുഗ്രഹത്തെ തള്ളിക്കളഞ്ഞാൽ അതിന്റെ വില കൊടുക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്നുള്ള ദൈവകൃപ വിട്ടുകളയരുതേ. ഹല്ലേലൂയ. നാളെ ഇത് കിട്ടണമെന്നില്ല. നാളെ ഈ കൃപയുടെ വാതിൽ തുറന്നിരിക്കണമെന്നില്ല. ഇന്ന് വാതിൽ തുറന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ദൈവത്തിന്റെ കൃപയെ ഒരു ലൈസൻസ് ആയിട്ട് എടുത്ത് പാപം ചെയ്യരുത്. കാരണം ഇന്ന് കിട്ടിയിരിക്കുന്ന ദൈവകൃപ നഷ്ടപ്പെട്ടാൽ നാളെ മാനസാന്തരപ്പെട്ട് തിരികെ വരാമെന്ന് ചിന്തിച്ചാൽ കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഏശാവിന് പറ്റിയതുപോലെ പറ്റരുത്. ഓ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ സമയം തീരുകയാണ്. നമുക്ക് പിന്നീട് അടുത്ത ഭാഗങ്ങൾ ചിന്തിക്കാം. 7 കാര്യങ്ങൾ വേഗത്തിൽ നമുക്ക് നോക്കാം. നിവർത്തുവീൻ, പാത നിരത്തുവീൻ, സമാധാനം ആചരിക്കുവീൻ, വിശുദ്ധി പ്രാപിക്കാൻ ഉത്സാഹിക്കുവീൻ. 5 ദൈവകൃപ വിട്ടും പിന്മാറരുത്. 6 ദുർനടപ്പ് അരുത്. 7 ജ്യേഷ്ഠാവകാശം ഒരു ഊണിന് വേണ്ടി വിട്ട് കളയരുത്. പ്രൈസ് ദി ലോർഡ്. നാം ചെയ്യേണ്ട 7 കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത്. ദൈവം ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത്. നാം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഇളകാത്ത രാജ്യത്തെ കുറിച്ചാണ്. ദൈവം നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. ദൈവം മക്കളെ ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാമോ? കർത്താവേ, പിന്മാറ്റത്തിന്റെ അവസ്ഥ എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ. കർത്താവേ, പ്ലീസ് ലോർഡ്, എന്നോട് ക്ഷമിക്കണമേ. എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ. എന്റെ മുഴങ്കാലുകളെ ഒന്ന് ബലപ്പെടുത്തണമേ. എന്റെ കരത്തെ ഒന്ന് ബലപ്പെടുത്തണമേ. എന്റെ മുടന്തുള്ള കാൽ ഇനി ഉളുക്കി പോകാതിരിക്കുവാൻ, എന്റെ മുൻപിലുള്ള പാത നിരത്തുവാൻ എന്നെ സഹായിക്കണമേ. സമാധാനം ആചരിക്കുവാൻ എന്നെ സഹായിക്കണമേ. വിശുദ്ധി പ്രാപിക്കുവാൻ, കൊതിക്കുവാൻ, ഉത്സാഹിക്കുവാൻ എന്നെ സഹായിക്കണമേ. പിന്മാറി പോകാതിരിക്കാൻ എന്നെ സഹായിക്കണമേ. കൈപ്പുള്ള വേര് എല്ലിൽ മുളയ്ക്കാതിരിക്കാൻ എന്നെ സഹായിക്കണമേ. കലഹം ഉണ്ടാക്കാതിരിക്കുവാൻ എന്നെ സഹായിക്കണമേ. പോകാതിരിക്കാൻ എന്നെ സഹായിക്കണമേ. ജ്യേഷ്ഠാവകാശമെത്തിയ യേശാവിനെ പോലെ തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന അനുഗ്രഹങ്ങളെ നഷ്ടമാക്കിയതുപോലെ നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹം നഷ്ടമാക്കാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ രാത്രി ഞങ്ങളുടെ സന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ.